സമൂഹത്തിൽ വിവിധ മതവിശ്വാസവും രാഷ്ട്രീയ വിശ്വാസവും നിലനിൽക്കുമ്പോഴും നാടിന്റെ വികസനത്തിനും പാവപ്പെട്ടവരുടെ ക്ഷേമകാര്യങ്ങൾക്കും എല്ലാവരും യോജിച്ചു നിൽക്കണമെന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഫോർട്ട് കൊച്ചി തുരുത്തിയിൽ ഭവന ഭൂരഹിതർക്കായി കൊച്ചി കോർപ്പറേഷന്റെ നേതൃത്വത്തിൽ നിർമ്മിച്ച ഇരട്ട ഭവന സമുച്ചയങ്ങളുടെ താക്കോൽദാനം നിർവഹിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. രാജ്യത്തിന് മാതൃകയായി മാറിയ പുനരധിവാസ പദ്ധതിയിലൂടെ 394 കുടുംബങ്ങൾക്കാണ് വീടെന്ന സ്വപ്നം സാക്ഷാത്കരിക്കപ്പെട്ടത്. പതിറ്റാണ്ടുകളായി ദുരിതമനുഭവിച്ചു കഴിഞ്ഞിരുന്ന തുരുത്തി, കൽവത്തി, കൊഞ്ചേരി നിവാസികൾക്ക് വേണ്ടി നിർമ്മിച്ച ഭവനങ്ങളുടെ താക്കോൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ കൈമാറുമ്പോൾ നിറകണ്ണുകളോടെയാണ് അവർ ഏറ്റുവാങ്ങിയത്. ആദരണീയനായ കേരളത്തിന്റെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ താക്കോൽ ദാനം ചെയ്യുന്നു. നിറഞ്ഞൊരു കയ്യടിയോടെ നമുക്ക് തുരുത്തി പദ്ധതിയെ കേരള ഹൃദയങ്ങളിലേക്ക് നമുക്ക് സ്വീകരിക്കാം. ലൈഫ് മിഷനും കെ-ഫോണും ക്ഷേമ പെൻഷൻ വിതരണവും ഉൾപ്പെടെ ജനക്ഷേമ പദ്ധതികളുമായി സർക്കാർ മുന്നോട്ടു പോകുമ്പോൾ ഇതിനു തുരങ്കം വയ്ക്കാൻ പലരും ശ്രമിച്ചുവെങ്കിലും അതിനെല്ലാം അതിജീവിച്ച് സർക്കാർ മുന്നോട്ടു പോവുകയാണെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. ക്ഷേമ പദ്ധതികളെ തകർക്കുക എന്നത് അത്തരം ആളുകൾ ഒരു അജണ്ടയായി നമ്മുടെ നാട്ടിൽ സ്വീകരിക്കുന്ന നാം കണ്ടു. ഒരു ഘട്ടത്തിലും ജനങ്ങളുടെ കൂടെ നിന്നവരല്ല അത്തരം കുൽസിത പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടത്. നമ്മുടെ നാട്ടിലെ ജനങ്ങൾ ഇത്തരം കാര്യങ്ങൾ കൃത്യമായി തിരിച്ചറിയുന്ന നിലയുമുണ്ടായി. മന്ത്രി എം പി രാജേഷ് അധ്യക്ഷനായിരുന്ന ചടങ്ങിൽ മന്ത്രി പി രാജീവ്, മേയർ എം അനിൽകുമാർ തുടങ്ങിയവർ പങ്കെടുത്തു. 85.75 കോടി രൂപ ചെലവിലാണ് കൊച്ചി കോർപ്പറേഷനും കൊച്ചി സ്മാർട്ട് മിഷൻ ലിമിറ്റഡും ചേർന്ന് 11ഉം 13ഉം നിലകളുള്ള ഇരട്ട ഭവന സമുച്ചയങ്ങൾ നിർമ്മിച്ചത്. ഉദ്ഘാടന ചടങ്ങിന് തൊട്ടു മുൻപ് മുഖ്യമന്ത്രി ഫ്ളാറ്റുകൾ സന്ദർശിച്ചു. 320 സ്ക്വയർ ഫീറ്റിൽ നിർമ്മിച്ച ഓരോ വീട്ടിലും ഡൈനിങ്, ലിവിംഗ് ഏരിയ, കിടപ്പുമുറി, അടുക്കള, ബാൽക്കണി, ശുചിമുറികൾ എന്നിവയുണ്ട്. ഇതിനു പുറമെ ഭവന സമുച്ചയത്തിലെ താമസക്കാർക്കായി പാർക്കിംഗ് സ്ലോട്ടുകൾ, അങ്കണവാടി, കടമുറികൾ, സീവേജ് ട്രീറ്റ്മെന്റ് പ്ലാന്റ് എന്നിവയും ഒരുക്കിയിട്ടുണ്ട്. കൈരളി ന്യൂസ്, കൊച്ചി.